ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളൊന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരള ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു ലാസ്റ്റ് ചോദ്യത്തെ കൊണ്ട് നിർത്തി. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്കിന്ന് തുടങ്ങാം. അപ്പോൾ ടൈമുകളായ നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ്, മകരജ്യോതി പ്രത്യക്ഷപ്പെടുന്ന ഏത് ദിവസമാണ്? ഏത് ദിവസമാണ്ടാ? അത് മകരസംക്രാന്തി ദിവസത്തിലാണ്. അപ്പോൾ മകരജ്യോതി പ്രത്യക്ഷപ്പെടുന്നത് ഏത് ദിവസമാണ്? മകരസംക്രാന്തി ദിനത്തിലാണ് മകരജ്യോതി പ്രത്യക്ഷപ്പെടുന്നത്. ഒന്നുകൂടി പറയാം, മകരജ്യോതി പ്രത്യക്ഷപ്പെടുന്നത് ഏത് ദിവസമാണ്ടാ? മകരസംക്രാന്തി ദിവസത്തിലാണ്. അടുത്ത ചോദ്യം, കുളത്തൂപ്പുഴ ക്ഷേത്രം നിർമ്മിച്ചത് ആരാണ്? പന്തളം രാജാവാണ്. അപ്പോൾ കുളത്തൂപ്പുഴ ക്ഷേത്രം നിർമ്മിച്ചത് ആരാണ്? പന്തളം രാജാവാണ്. ഒന്നുകൂടി, കുളത്തൂപ്പുഴ ക്ഷേത്രം നിർമ്മിച്ച ആരാണ്ടാ? പന്തളം രാജാവാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഏതാണ്? അത് ദേവി കന്യാകുമാരി ക്ഷേത്രമാണ്. അപ്പോൾ ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഏതാണ്? ദേവി കന്യാകുമാരി ക്ഷേത്രമാണ്. അടുത്ത ചോദ്യം, ലക്ഷ്മണ പരിത്യാഗം വിവരിക്കുന്നത് ഏത് കാണ്ഡത്തിലാണ്? ഏത് കാണ്ഡത്തിലാണ്? ഉത്തരകാണ്ഡത്തിലാണ്. അപ്പോൾ ലക്ഷ്മണ പരിത്യാഗം വിവരിക്കുന്നത് ഏത് കാണ്ഡത്തിലാണ്ടാ? ഉത്തരകാണ്ഡത്തിലാണ്. അപ്പോൾ ലക്ഷ്മണ പരിത്യാഗം വിവരിക്കുന്നത് ഏത് കാണ്ഡത്തിലാണ്? ഉത്തരകാണ്ഡത്തിലാണ്. അടുത്ത ചോദ്യം, പുത്രകാമേഷ്ടി നടത്താൻ ദശരഥൻ യാഗശാല നിർമ്മിച്ചത് എവിടെയാണ്? എവിടെയാണ്? അത് സരയൂ നദിയുടെ ഉത്തമ ഭാഗത്താണ്. അപ്പോൾ പുത്രകാമേഷ്ടി നടത്താനായിട്ട് ദശരഥൻ യാഗശാല നിർമ്മിച്ച എവിടെയാണ്ടാ? അത് സരയൂ നദിയുടെ ഉത്തമ ഭാഗത്താണ്. ഒന്നുകൂടി, പുത്രകാമേഷ്ടി യാഗം നടത്തുവാൻ ദശരഥൻ യാഗശാല നിർമ്മിച്ച എവിടെയാണ്? അത് സരയൂ നദിയുടെ ഉത്തമ ഭാഗത്താണ്. അടുത്ത ചോദ്യം, ഒരു ദിവസം 2 നേരം പൂജയുള്ള ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങൾ എന്തു പേരിൽ അറിയപ്പെടുന്നു? എന്തു പേരിൽ അറിയപ്പെടുന്നു? മൈനർ ദേവസ്വം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ മേജർ ദേവസ്വമുണ്ട്, മൈനർ ദേവസ്വമുണ്ട്. ഒരു ദിവസം 2 നേരം പൂജയുള്ള ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങൾ എന്തു പേരിൽ അറിയപ്പെടുന്നു? അത് മൈനർ ദേവസ്വം എന്ന പേരിൽ അറിയപ്പെടുന്നു. അടുത്ത ചോദ്യം, ശബരിമലയിലെ 18 പടികൾ എന്തിൻ്റെ പ്രതീകമാണ്? എന്തിൻ്റെ പ്രതീകമാണ്? അത് പുരാണങ്ങളാണ്. അപ്പോൾ ശബരിമലയിലെ 18 പടികൾ എന്തിൻ്റെ പ്രതീകമാണ്? അത് 18 പുരാണങ്ങളുടെ പ്രതീകമാണ്. അടുത്ത ചോദ്യം, കൂവളത്തിൻ്റെ ഇല ഏത് ഈശ്വരനെ പൂജിക്കാനായിട്ട് ഉപയോഗിക്കുന്നു? എല്ലാവർക്കും അറിയാം, ആരെയാണ്? അത് ശിവനെയാണ്. അപ്പോൾ കൂവളത്തിൻ്റെ ഇല ഏത് ഈശ്വരനെ പൂജിക്കാനാണ് ഉപയോഗിക്കുന്നത്? അത് ശിവഭഗവാനെ പൂജിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഒന്നുകൂടി, കൂവളത്തിൻ്റെ ഇല ഏത് ഈശ്വരനെ പൂജിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്? അത് ശിവഭഗവാനെ പൂജിക്കാനായി ഉപയോഗിക്കുന്നു. അടുത്ത ചോദ്യം, മധുര മീനാക്ഷി ക്ഷേത്രം നിർമ്മിച്ച രാജവംശം ഏത് രാജവംശമാണ്? അത് നായ്ക്കർ വംശമാണ്. അപ്പോൾ മധുര മീനാക്ഷി ക്ഷേത്രം നിർമ്മിച്ച രാജവംശം ഏതാണ്? നായ്ക്കർ വംശമാണ്. അപ്പോൾ മധുര മീനാക്ഷി ക്ഷേത്രം നിർമ്മിച്ച രാജവംശം ഏതാണ്? അത് നായ്ക്കർ രാജവംശമാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ, മധുര മീനാക്ഷി ക്ഷേത്രം നിർമ്മിച്ച രാജവംശം ഏതാണ്ടാ? അത് നായ്ക്കർ വംശമാണ്. അടുത്ത ചോദ്യം, കുഞ്ചൻ നമ്പ്യാർ ആദ്യമായിട്ട് തുള്ളൽ അവതരിപ്പിച്ച ക്ഷേത്രം ഏതാണ്? അത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. ഇപ്പോൾ കുഞ്ചൻ നമ്പ്യാർ ആദ്യമായിട്ട് തുള്ളൽ അവതരിപ്പിച്ച ക്ഷേത്രം ഏതാണ്? അത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. ഒന്നുകൂടി, കുഞ്ചൻ നമ്പ്യാർ ആദ്യമായിട്ട് തുള്ളൽ അവതരിപ്പിച്ച ക്ഷേത്രം ഏതാണ്? അത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. അടുത്ത ചോദ്യം, അഷ്ടമി രോഹിണി ഏത് ദേവൻ്റെ ജന്മനാളാണ്? എല്ലാവർക്കും അറിയാം, അഷ്ടമി രോഹിണി നാളിൽ എൻ മനമൊരു ആ ഒരു പാട്ട് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആരുടെയാണ്? അത് ശ്രീകൃഷ്ണ ഭഗവാന്റെയാണ്. അപ്പോൾ അഷ്ടമി രോഹിണി ഏത് ദേവൻ്റെ ജന്മനാളാണ്ടാ? അത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മദിനമാണ്. അപ്പോൾ അഷ്ടമി രോഹിണി ഏത് ദേവൻ്റെ ജന്മനാളാണ്? ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മനാളാണ്. അടുത്ത ചോദ്യം, 5 തിരിയിട്ട ദീപം എന്തിനെ സൂചിപ്പിക്കുന്നു? എന്തിനെ സൂചിപ്പിക്കുന്നു? ദുരിതങ്ങൾ ഒഴിഞ്ഞ സൗഖ്യം. അതാണ് 5 തിരിയിട്ട ദീപം. അപ്പോൾ 5 തിരിയിട്ട ദീപം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ദുരിതങ്ങൾ ഒഴിഞ്ഞ സൗഖ്യമാണ്. അടുത്ത്, നിലവിളക്കിൻ്റെ അടിഭാഗം ഏത് ദേവനെ സൂചിപ്പിക്കുന്നു? ഏത് ദേവനെ സൂചിപ്പിക്കുന്നു? ബ്രഹ്മാവിനെയാണ് സൂചിപ്പിക്കുന്നത്.
അപ്പോൾ നിലവിളക്കിൻ്റെ അടിഭാഗം ഏത് ദേവനെ സൂചിപ്പിക്കുന്നു? അത് ബ്രഹ്മാവിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിലവിളക്കിൻ്റെ അടിഭാഗം ഏത് ദേവനെയാണ് സൂചിപ്പിക്കുന്നത്? ബ്രഹ്മാവിനെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, ഏത് ദേവിയുടെ അവതാരമാണ് തുളസിച്ചെടി? ആരുടെയാണ്? ലക്ഷ്മി ദേവിയുടെ അവതാരമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഏത് ദേവിയുടെ അവതാരമാണ് തുളസിച്ചെടി എന്ന് പറയുന്നത്? ലക്ഷ്മി ദേവിയുടെ അവതാരമാണ്. ഒന്നുകൂടി, ഏത് ദേവിയുടെ അവതാരമാണ് തുളസിച്ചെടി? ലക്ഷ്മി ദേവിയുടെ അവതാരമാണ്. അടുത്ത ചോദ്യം, ക്ഷേത്രത്തിലെ അതിരാവിലെയുള്ള ആദ്യ ദർശനത്തെ പറയുന്ന പേര് എല്ലാവർക്കും അറിയാം. എന്താണത്? അതാണ് നിർമ്മാല്യ ദർശനമെന്ന് പറയുന്നത്. അപ്പോൾ ക്ഷേത്രത്തിലെ അതിരാവിലെയുള്ള ആദ്യത്തെ ദർശനം എന്ത് പേരിൽ അറിയപ്പെടുന്നതാ? നിർമ്മാല്യ ദർശനമെന്ന് അറിയപ്പെടുന്നു. ക്ഷേത്രത്തിലെ അതിരാവിലെയുള്ള ആദ്യ ദർശനത്തെ പറയുന്ന പേരെന്താണ്? അത് നിർമ്മാല്യ ദർശനമെന്നാണ് പറയുന്നത്. അപ്പോൾ ക്ഷേത്രത്തിലെ അതിരാവിലെയുള്ള ആദ്യത്തെ ദർശനം എന്ത് ദർശനമാണത്? അതാണ് നിർമ്മാല്യ ദർശനമെന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, പാറമേക്കാവ്, കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിലെ വിഗ്രഹങ്ങൾ ഏതു തരം മരം കൊണ്ടാണ് ഉണ്ടാക്കിയത്? ഏതു തരം മരമാണുള്ളത്? പ്ലാവാണ്, പ്ലാവ്. ഇപ്പോൾ പാറമേക്കാവ്, കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിലെ വിഗ്രഹങ്ങൾ ഏതു മരം കൊണ്ടാണ് ഉണ്ടാക്കിയത്? ഏതു മരം കൊണ്ടാണ്? അത് പ്ലാവ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പാറമേക്കാവ്, കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിലെ വിഗ്രഹങ്ങൾ ഏതു തരം മരം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അത് പ്ലാവ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്ത്, നാരായണീയം, ജ്ഞാനപ്പാന എന്നിവ എഴുതപ്പെട്ടത് ഏത് ക്ഷേത്രത്തിൽ വച്ചാണ്? ഏത് ക്ഷേത്രത്തിൽ വച്ചാണ്? അത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വച്ചാണ്. അപ്പോൾ നാരായണീയം, ജ്ഞാനപ്പാന എന്നിവ എഴുതപ്പെട്ടത് ഏത് ക്ഷേത്രത്തിൽ വച്ചാണ്ടാ? അത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വച്ചാണ്. ഒന്നുകൂടി പറയാം, നാരായണീയം, ജ്ഞാനപ്പാന എന്നിവ എഴുതപ്പെട്ടത് ഏത് ക്ഷേത്രത്തിൽ വച്ചാണ്? അത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വച്ചാണ്. അടുത്ത ചോദ്യം, ബദാമി ഗുഹാക്ഷേത്രം ഏത് സംസ്ഥാനത്തിലാണ്? അത് കർണാടകയിലാണ്. ഇപ്പോൾ ബദാമി ഗുഹാക്ഷേത്രം ഏത് സംസ്ഥാനത്താണ്? അത് കർണാടകയിലാണ്. ഒന്നുകൂടി പറയാം, ബദാമി ഗുഹാക്ഷേത്രം ഏത് സംസ്ഥാനത്തിലാണ്? അത് കർണാടകയിലാണ്. അടുത്ത ചോദ്യം, അത്താഴ പൂജയ്ക്ക് ശേഷം നാലമ്പലത്തിനകത്ത് കയറി തൊഴാൻ സാധിക്കുന്ന ക്ഷേത്രം ഏത് ക്ഷേത്രമാണ്? അത് തളിപ്പറമ്പ ശ്രീ രാജരാജേശ്വര ക്ഷേത്രമാണ്. അപ്പോൾ അത്താഴ പൂജയ്ക്ക് ശേഷം നാലമ്പലത്തിനകത്ത് കയറി തൊഴുവാൻ സാധിക്കുന്ന ക്ഷേത്രം ഏതാണ്? അത് തളിപ്പറമ്പ ശ്രീ രാജരാജേശ്വര ക്ഷേത്രമാണ്. ഒന്നുകൂടി പറയാം, അത്താഴ പൂജയ്ക്ക് ശേഷം നാലമ്പലത്തിനകത്ത് കയറി തൊഴുവാൻ സാധിക്കുന്ന ക്ഷേത്രം ഏതാണ്? അത് തളിപ്പറമ്പ ശ്രീ രാജരാജേശ്വര ക്ഷേത്രമാണ്. അടുത്ത ചോദ്യം, ശ്രീകോവിലിന് പിന്നിൽ കൊടിമരമുള്ള ഒരു പ്രധാന ക്ഷേത്രം ഏതാണ്? പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രമാണ്. അപ്പോൾ ശ്രീകോവിലിന് പിന്നിലായിട്ട് കൊടിമരമുള്ള ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രം ഏതാണ്? പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രമാണ്. അപ്പോൾ ശ്രീകോവിലിന് പിന്നിലായി കൊടിമരമുള്ള ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രം ഏതാണ്? പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രമാണ്. ഒന്നുകൂടി, ശ്രീകോവിലിന് പിന്നിൽ കൊടിമരമുള്ള ഒരു പ്രധാന ക്ഷേത്രമാണ് ഏതാണ്? അത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രമാണ്. അടുത്ത ചോദ്യം, നാലമ്പലത്തിനുള്ളിൽ ബലികർമ്മങ്ങളും തിലാഞ്ജലിയും നടത്തുന്ന ഭാരതത്തിലെ ഏക ക്ഷേത്രം ഏത് ക്ഷേത്രമാണത്? അത് എല്ലാവർക്കും അറിയാം, തിരുവല്ലം പരശുരാമ ക്ഷേത്രമാണ്. അപ്പോൾ നാലമ്പലത്തിനുള്ളിലായിട്ട് ബലികർമ്മങ്ങളും തിലാഞ്ജലിയും നടത്തുന്ന ഭാരതത്തിലെ ഏക ക്ഷേത്രം ഏതാണ്? അത് തിരുവല്ലം പരശുരാമ ക്ഷേത്രമാണ്. ഒന്നുകൂടി പറയാം, നാലമ്പലത്തിനുള്ളിലായിട്ട് ബലികർമ്മങ്ങളും തിലാഞ്ജലിയും നടത്തുന്ന ഭാരതത്തിലെ ഒരേ ഒരു ക്ഷേത്രം ഏതാണത്? അത് തിരുവല്ലം പരശുരാമ ക്ഷേത്രമാണ്. അടുത്ത ചോദ്യം, ശാലഗ്രാമി എന്ന പ്രദേശത്ത് നിന്ന് ലഭിക്കുന്ന ശിലാരൂപങ്ങൾക്ക് പറയുന്ന പേര് എന്താണത്? സാളഗ്രാമങ്ങളെന്നാണ് പറയുന്നത്. അപ്പോൾ ശാലഗ്രാമി എന്ന പ്രദേശത്ത് നിന്നും ലഭിക്കുന്ന ശിലാരൂപങ്ങൾക്ക് പറയുന്ന പേരെന്താണ്ടാ? അതാണ് സാളഗ്രാമങ്ങൾ. അപ്പോൾ ഒന്നുകൂടി പറയാം, ശാലഗ്രാമി എന്ന പ്രദേശത്ത് നിന്ന് ലഭിക്കുന്ന ശിലാരൂപങ്ങൾക്ക് പറയുന്ന പേരാണെന്ത്? സാളഗ്രാമങ്ങളെന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, നിലവിളക്കിൻ്റെ പ്രകാശം ഏത് ദേവതയെ സൂചിപ്പിക്കുന്നു? ഏത് ദേവത സൂചിപ്പിക്കുന്നു? സരസ്വതീ ദേവിയാണ് സൂചിപ്പിക്കുന്നത്.
അപ്പോൾ നിലവിളക്കിൻ്റെ പ്രകാശം ഏത് ദേവതയെ സൂചിപ്പിക്കുന്നു? സരസ്വതി ദേവിയാണ് സൂചിപ്പിക്കുന്നത്. ഒന്നുകൂടി പറയാം. നിലവിളക്കിൻ്റെ പ്രകാശം ഏത് ദേവതയെ സൂചിപ്പിക്കുന്നു? സരസ്വതി ദേവിയാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, നിലവിളക്കിലെ ദീപം അണയ്ക്കുന്നതിനുള്ള ഉത്തമമായ മാർഗം എന്താണ്? അത് വീശിക്കെടുത്തുകയാണ്. അപ്പോൾ നിലവിളക്കിലെ ദീപം അണയ്ക്കുന്നതിനുള്ള ഉത്തമമായ മാർഗം എന്താണ്? അത് വീശിയാണ് കെടുത്തേണ്ടത്. ചിലർ ആ ഒരു പൂ കൊണ്ട് അണയ്ക്കും, ചിലരെന്ത് ചെയ്യും? ഊതി കെടുത്തും. അങ്ങനെയല്ല, എങ്ങനെയാണ് കെടുത്തേണ്ടത്? വീശിയാണ് കെടുത്തേണ്ടത്. അപ്പോൾ നിലവിളക്കിലെ ദീപം അണയ്ക്കുന്നതിനുള്ള ഉത്തമമായ മാർഗം ഏതാണ്? വീശി കെടുത്തുകയാണ്. അടുത്ത ചോദ്യം, ശൃംഗേരിയിൽ ഒരു ക്ഷേത്രം നിർമ്മിച്ച് അവിടെ ശാരദാദേവിയെ പ്രതിഷ്ഠിച്ച വ്യക്തി എല്ലാവർക്കും അറിയാം. ആരാണ്? അത് നമ്മുടെ ശങ്കരാചാര്യരാണ്. ഇപ്പോൾ ശൃംഗേരിയിൽ ഒരു ക്ഷേത്രം നിർമ്മിച്ച് അവിടെ ശാരദാദേവിയെ പ്രതിഷ്ഠിച്ച വ്യക്തി ആരാണ്? അത് ശങ്കരാചാര്യരാണ്. ഒന്നുകൂടി, ശൃംഗേരിയിൽ ഒരു ക്ഷേത്രം നിർമ്മിച്ച് അവിടെ ശാരദാദേവിയെ പ്രതിഷ്ഠിച്ച വ്യക്തി ആരാണ്? അത് ശങ്കരാചാര്യരാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വെച്ച് പൂജ സമയത്ത് മണിയടിക്കാത്ത ഏക ക്ഷേത്രം ചമ്രവട്ടത്ത് ശാസ്താക്ഷേത്രമാണ്. ഇപ്പോൾ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വെച്ചിട്ട് പൂജ മണിയടിക്കാത്ത ഏക ക്ഷേത്രം ഏതാണ്? അത് ചമ്രവട്ടത്ത് ശാസ്താ ക്ഷേത്രമാണ്. ഇപ്പോൾ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ എന്ത് ചെയ്യും? നോർമലി നമ്മൾ പൂജ സമയത്ത് മണിയടിക്കും. എന്നാൽ ഈ ഒരു ക്ഷേത്രത്തിൽ എന്താണ്? പൂജ മണി അടിക്കുകയില്ല. ആ ക്ഷേത്രം ഏതാണ്? അത് ചമ്രവട്ടത്ത് ശാസ്താ ക്ഷേത്രമാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം ഏതാണത്? അത് കൂടൽമാണിക്യ ക്ഷേത്രമാണ്. കൂടൽമാണിക്യത്തിലെ സദ്യ നീ ഉണ്ടിട്ടുണ്ടോ? ഇതൊരു പണ്ടത്തെ നമ്മുടെ ഒരു പഠിക്കാനുണ്ടായ ടെക്സ്റ്റിലുണ്ടായിരുന്നൊരു വരിയാണ്. അത് നമ്മുടെ ഏതോ ഒരു കവി ആരോടോ പറയുന്നതാണ്. അതുപോട്ടെ. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം ഏതാണ്? അത് കൂടൽമാണിക്യ ക്ഷേത്രമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം ഏതാണ്ടാ? അത് കൂടൽമാണിക്യ ക്ഷേത്രമാണ്. അടുത്ത ചോദ്യം, വിഘ്നങ്ങൾ മാറി ലക്ഷ്യം കൈവരിക്കാൻ നടത്തുന്ന ഹോമം ഏതാണ്? അത് ഗണപതി ഹോമമാണ്. ഇപ്പോൾ വിഘ്നങ്ങൾ മാറിയിട്ട് ലക്ഷ്യം കൈവരിക്കാൻ നടത്തുന്ന ഹോമം ഏത് പേരിൽ അറിയപ്പെടും? അത് നമ്മൾ ഗണപതി ഹോമം എന്നാണ് പറയുന്നത്. ഇപ്പോൾ വിഘ്നങ്ങൾ മാറിയിട്ട് ലക്ഷ്യം കൈവരിക്കാൻ നടത്തുന്ന ഹോമം ഏതാണ്ടാ? അതാണ് ഗണപതി ഹോമം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ഇന്ന് വായിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇന്ന് പഠിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകൂടി പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ചോദ്യം, മകരജ്യോതി പ്രത്യക്ഷപ്പെടുന്നത് ഏത് ദിവസമാണ്? അത് മകരസംക്രാന്തിയിലാണ്. കുളത്തൂപ്പുഴ ക്ഷേത്രം നിർമ്മിച്ചത് ആരാണ്? പന്തളം രാജാവാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഏതാണ്? കന്യാകുമാരി ദേവി ക്ഷേത്രം. ലക്ഷ്മണ പരിത്യാഗം വിവരിക്കുന്നത് ഏത് കാണ്ഡത്തിൽ? ഉത്തരകാണ്ഡത്തിൽ. പുത്രകാമേഷ്ടി നടത്താൻ ദശരഥൻ യാഗശാല നിർമ്മിച്ചത് എവിടെയാണ്? സരയൂ നദിയുടെ ഉത്തമ ഭാഗത്ത്. ഒരു ദിവസം 2 നേരം പൂജയുള്ള ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? മൈനർ ദേവസ്വം. ശബരിമലയിൽ 18 പടികൾ എന്തിൻ്റെ പ്രതീകമാണ്? 18 പുരാണങ്ങളുടെ പ്രതീകമാണ്. കൂവളത്തിൻ്റെ ഇല ഏത് ഈശ്വരനെ പൂജിക്കാൻ ഉപയോഗിക്കുന്നു? ശിവനെ. മധുര മീനാക്ഷി ക്ഷേത്രം നിർമ്മിച്ച രാജവംശം? നായ്ക്കർ വംശം. കുഞ്ചൻ നമ്പ്യാർ ആദ്യമായി തുള്ളൽ അവതരിപ്പിച്ചത് എവിടെയാണ്? അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ്. അഷ്ടമിരോഹിണി ഏത് ദേവൻ്റെ ജന്മനാളാണ്? എല്ലാവർക്കും അറിയാം ആരുടെയാണ്? ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മദിനമാണ്. 5 തിരിയിട്ട ദീപം എന്തിനെ സൂചിപ്പിക്കുന്നു? ദുരിതങ്ങളൊഴിഞ്ഞ സൗഖ്യത്തെ സൂചിപ്പിക്കുന്നു. നിലവിളക്കിൻ്റെ അടിഭാഗം ഏത് ദേവൻ സൂചിപ്പിക്കുന്നു? ബ്രഹ്മാവിനെ സൂചിപ്പിക്കുന്നു. ഏത് ദേവിയുടെ അവതാരമാണ് തുളസിച്ചെടി? ലക്ഷ്മി ദേവിയുടെ അവതാരമാണ്. ക്ഷേത്രത്തിലെ അതിരാവിലെയുള്ള ആദ്യ ദർശനം പറയുന്ന പേര്? നിർമാല്യ ദർശനം. പാറമേക്കാവ്, കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിലെ വിഗ്രഹങ്ങൾ ഏത് തരം മരം കൊണ്ടാണ് ഉണ്ടാക്കിയത്? പ്ലാവ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നാരായണീയം, ജ്ഞാനപ്പാന എന്നിവ എഴുതപ്പെട്ടത് ഏത് ക്ഷേത്രത്തിൽ വെച്ചാണ്? ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ്. ബദാമി ഗുഹാക്ഷേത്രം ഏത് സംസ്ഥാനത്തിൽ? കർണാടകയിലാണ്. അത്താഴ പൂജയ്ക്ക് ശേഷം നാലമ്പലത്തിനകത്ത് കയറി തൊഴാൻ സാധിക്കുന്ന ക്ഷേത്രം? തളിപ്പറമ്പ ശ്രീ രാജരാജേശ്വര ക്ഷേത്രം. ശ്രീകോവിലിന് പിന്നിൽ കൊടിമരമുള്ള ഒരു പ്രധാന ക്ഷേത്രം ഏതാണ്? പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രമാണ്. നാലമ്പലത്തിനുള്ളിൽ ബലികർമ്മങ്ങളും തിലാഞ്ജലിയും നടത്തുന്ന ഭാരതത്തിലെ ഏക ക്ഷേത്രം ഏതാണ്? പരശുരാമ ക്ഷേത്രമാണ്. തിരുവല്ലത്താണ്, തിരുവനന്തപുരത്താണ്.
ഗ്രാമി എന്ന പ്രദേശത്തു നിന്നും ലഭിക്കുന്ന ശിലാരൂപങ്ങൾക്ക് പറയുന്ന പേര് എന്താണ്? സാള ഗ്രാമങ്ങൾ. നിലവിളക്കിൻ്റെ പ്രകാശം ഏത് ദേവതയെ സൂചിപ്പിക്കുന്നു? സരസ്വതി ദേവിയാണ് സൂചിപ്പിക്കുന്നത്. നിലവിളക്കിലെ ദീപം എങ്ങനെയാണ് കെടുത്തേണ്ടത്? എങ്ങനെയാണ്? കൈകൊണ്ട് വീശി കെടുത്തുക. ശൃംഗേരിയിൽ ഒരു ക്ഷേത്രം നിർമ്മിച്ച് അവിടെ ശാരദാദേവിയെ പ്രതിഷ്ഠിച്ച വ്യക്തി ആരാണ്? ആദിശങ്കരൻ എന്നറിയപ്പെടുന്ന നമ്മുടെ ശങ്കരാചാര്യരാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വെച്ച് പൂജ മണിയടിക്കാത്ത ഏക ക്ഷേത്രം ചമ്രവട്ടത്ത് ശാസ്താ ക്ഷേത്രമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം ഏതാണത്? അത് കൂടൽമാണിക്യ ക്ഷേത്രമാണ്. വിഘ്നങ്ങൾ മാറി ലക്ഷ്യം കൈവരിക്കാൻ നടത്തുന്ന ഹോമം ഏതാണ്ടാ? അത് ഗണപതി ഹോമമാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കിയത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത കുറേ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് കാണാം. എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.